friends, once again welcome back to another variety video of Trip with Shinil. ഗൈസ്, അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റികളെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നും അതുപോലെ തന്നെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഗോലി സോഡ, ഫ്രഷ്കോ ഗോലി സോഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണിത്. ശരിക്കും ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഗോലി സോഡ വന്നു തുടങ്ങി. ഗോലി സോഡ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇന്ന് വളരെ പ്രൊഫഷണലായിട്ട്, വളരെ ഫ്രഷായിട്ട്, വളരെ ക്ലീൻ വാട്ടറിൽ നല്ല ഹൈജീനിക്കായിട്ട് ചെയ്യുന്ന ലെവലിൽ വീണ്ടും ഗോലി സോഡ വരെയാണ്. അപ്പോൾ ഫ്രഷ്കോ എന്ന് പറഞ്ഞ ഒരു കമ്പനി കർണാടക ബേസ് ചെയ്തിട്ട്, കാസർഗോഡ് ബേസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് ബേസ് ചെയ്തിട്ട് ഒരുപാട് ഫാക്ടറികൾ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കണം, ഫ്രാഞ്ചൈസികൾ കൊടുത്തിരിക്കുന്ന ഒരു കമ്പനി ഇന്ന് വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. കേരളത്തിലും അവർ ഫ്രാഞ്ചൈസി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇത് കാർവാർ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ടൊരു ടീമാണ് ഇത് കേരളത്തിലൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കർണാടക ഭാഗങ്ങൾ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണം കാർവാർ എൻ്റർപ്രൈസസ് ആണ്. കാർവാർ എൻ്റർപ്രൈസസിൻ്റെ ഹിസ്റ്ററി ഭയങ്കര ഫേമസ് ആണ്. അവർ ഈ 2016 ലസി ഇൻ കഫേ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ഫ്രാഞ്ചൈസി കൊടുത്തൊരു ടീമാണ്. അതുപോലെ തന്നെ 2020 ടിയാഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ടീമാണ്. അതുപോലെ തന്നെ കഫേ ടോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 12 ഔട്ട്ലെറ്റുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഒരു അടിപൊളി ടീമാണ് ഇത്. അവരാണ് കേരളത്തിൽ ഈ പറഞ്ഞ ഫ്രഷ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗോലി സോഡ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നേക്കണം. ഈ ഒരു ഗോലി സോഡയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഏകദേശം 35ഓളം ഫ്ലേവേഴ്സാണ് അവരുടെ ഗോലി സോഡയിലുള്ളത്. ഗോലി സോഡ കൂടാണ്ട് എന്താണ് ഐസി പോപ്പും കൂടിയുണ്ട്. ഐസി പോപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസി പോപ്പ് ഒരു പാക്കറ്റിലായിട്ടാണ് വരുന്നത്. ആ പാക്കറ്റ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് എന്താ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് ഐസ് ആക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗോലി സോഡയുടെ പ്ലാസ്റ്റിക് ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലാസ് ബോട്ടിലുണ്ട്. അപ്പോൾ ഇവർ ഈ എല്ലാ മെഷീനറി എല്ലാ ഐറ്റംസും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇവരുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് 15.5 ലക്ഷം രൂപയാണ്. അതിനകത്ത് 3 ലക്ഷം രൂപയാണ് ഒരു പ്രോഫിറ്റ് കണക്കാക്കുന്നത്. അതിനകത്ത് തന്നെ ഈ 15.5 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപ സബ്സിഡി ഉണ്ട്, ഗവൺമെൻറ് സബ്സിഡി ഉണ്ട്. അത് കിഴിച്ചിട്ട് ഈ പറഞ്ഞ നമുക്ക് ബാലൻസ് നമുക്ക് കിട്ടുക 3 ലക്ഷം രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 7 മാസം അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നമുക്ക് മുടക്ക് മുതൽ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കീ ഫീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കോംപ്രഹെൻസീവ് ഫാക്ടറി സെറ്റപ്പാണ്. ഇവർ നല്ലൊരു ഫാക്ടറി സെറ്റപ്പ് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാം മാൻ പവർ ട്രെയിനിങ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ടൂൾസ്, അതുപോലെ അതിനെക്കുറിച്ചുള്ള നോളജ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ തരും. അതുപോലെ 33 ഫ്ലവേഴ്സ്, യൂണിക് 33 ഫ്ലവേഴ്സാണ്. അതാണ് മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത. അതായത് പിന്നെ മൂന്നാമത്തെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഹൈ പ്രോഫിറ്റബിലിറ്റിയാണ്. അതായത് ഈ ഒരു ഗോലി സോഡ 20 രൂപക്കാണ് നമ്മൾ മാർക്കറ്റിൽ വിൽക്കുക. ഇതിൻ്റെ ആ ഒരു മെറ്റീരിയൽ അങ്ങനെയുള്ള എല്ലാത്തിനും കൂടി 3 രൂപ സംതിങ് ആവുന്നുള്ളൂ. അങ്ങനെ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ 17 രൂപ ഇതിൻ്റെ ഒരു പ്രോഫിറ്റാണ്. അപ്പോൾ ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഹൈ പ്രോഫിറ്റാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി അഷുറൻസ്, അവർ തരുന്ന മെറ്റീരിയൽസിന് ഇൻക്ലൂഡിങ് അവർ തരുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ, ഗ്ലാസ് ബോട്ടിൽ, എക്യുപ്മെൻറ്റ്സും മെഷീനറി അങ്ങനെ എല്ലാം കൂടി നല്ലൊരു റോ മെറ്റീരിയൽ, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി അവർ അഷുർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലേണിംഗ്, ഹാൻഡ്സ് ഓഫ് ലേണിംഗ്, അവർ അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്ത് തരും. അതുപോലെ തന്നെ ബൈബാക്ക് ഗ്യാരണ്ടി, ഈ ഒരു സാധനത്തിന് ബൈബാക്ക് ഗ്യാരണ്ടിയും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നമ്മളത് നാളെ കോൺഫിഡൻസ് അല്ലാന്നുണ്ടെങ്കിൽ അവരതിനെ തിരിച്ചെടുക്കാനും സന്നദ്ധരാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മളൊരു ഫാക്ടറി സെറ്റപ്പാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഉടമ ഫാക്ടറി സെറ്റപ്പ് ഇപ്പോൾ നമ്മളെ കാണിച്ചു തരും. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. Hello friends, today I am in front of our Chintamani factory. The reason why I am here because most of our investors want to know how our Goli soda production line and the quality, hygiene, how we maintain everything. So we are here now. We'll show the entire process of Goli soda. And here in the front room it's written no entry without mask and headgear. So let's go inside. Before explaining in detail, I will go through each machine. So the first one is washing area 1. So in the washing area 1, here hot water washing of the bottle is done. So from that it will come into the washing area 2. So in the washing area 2, brushing of the bottle, inside the bottle and outside the bottle is done here. So after this, it comes to the washing area 3. So in the washing area 3, washing of the bottle, inside the bottle and outside the bottle. So after this, the bottle will go into the conveyor belt and it will pass through here, and here the next process, liquid filling area. So here the liquid filling is done, and from here again the final process, that is
bottle production area. So the bottle is production is done in this machine. So apart from this, here the process is done. Apart from this, I will explain you. This is the CO2 cylinder, and we have connected this CO2 cylinder into a gas bag because any dust particle in the CO2 cylinder will be stuck here, so nothing will come inside the bottle. So this is the RO water storage tank, and this is the RO tank. So in the first process, in the washing, all the bottles which came from the market are dipped into hot water. So after few minutes, the bottles are removed from the hot water and put back into the tray. So now the washing area second process. All the bottles which are removed from the hot water now took into brushing. So here both inside the bottle and outside the bottle, both side of the bottle are done brushing here. So now in the third process of washing, after brushing the both side of the bottle, now we are in this machine, we are washing the both side of the bottle, that is inside the bottle and outside the bottle. You can notice now inside the bottle is getting washed here, the water is spraying inside the bottle. So when we rotate here, now the outside the bottle getting cleaned here. So water is spreading to outside the bottle. So after this, next process will be done through conveyor belt. So the washed bottle will be brought here. So the tray is moving into the conveyor belt, and now it will come to the next process, that is liquid filling area. So here in the syruper machine, 2 bottles at a time, the liquid is getting filled here. So each bottle will be having 40 ml of liquid. So it is an automatic process where all the bottles are getting filled with each same quantity, that is 40 ml. So now we are into the final process, that is the bottle production area. So this is the production machine where 2 bottles are kept inside these boxes and should press the blue button. So once you press the blue button, we should wait for 6 seconds. In 6 seconds, it is automatically getting ready. So the amazing Freshco Goli Soda is ready now. Let me see a sample. So now the final process, stickering of the bottle. So that is done in the head of the bottle. In this, the manufacturing date, nutrition value, ingredient, MRP, everything is mentioned here. This is the syrup storage area. All the varieties of flavors are stored here. And finally, this is the storage. So once the product is got ready, everything, the bottles are stored here. This is the Freshco Goli Soda making machine. So the main highlight of this machine is this machine has 4 connections. Firstly, this machine is connected to CO2 and chiller, but the chiller is inside the machine. Also, this machine is connected to RO water, and finally, this machine is connected to air compressor. So the capacity of this machine is 6 bottles per minute, that is 6 BPM. This machine has a display. In this display, every process is displayed. So if there is any problem in the machine, the problem also will be displayed in this machine. It will show a notification what is the error, and we have an online customer solution also through video call. If there is any problem in the machine, from each factory they can video call with us, and the one-time solution will be given. The daily count of the bottle is shown in this display, day count, shift count, and total count, and it has a password. So even the staff, they can't reset this because it has a password also. So we can daily monitor how many bottles production is done in a day. Finally, Freshco Goli Soda is loaded into our vehicle. And delivered into different retail outlet, and you can see every customer is enjoying the sip of Freshco Goli Soda.
ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഇതിൻ്റെ ഒരു ഫാക്ടറി സെറ്റപ്പാണ്. എങ്ങനെയാണ് ഒരു ഗോലി സോഡ, അതുപോലെ തന്നെ അതിൻ്റെ ഫാക്ടറി എങ്ങനെയാണ്, മെഷീനറി എങ്ങനെയാണ്, ഒരു ഗോലി സോഡ നിറക്കുന്നത് എങ്ങനെയാണ്, ആ ഗോലി സോഡ നിറച്ച് ഒരു ഷോപ്പിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ളൊരു സംഭവമാണ് പുള്ളി ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്നത്. ഇനി ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫ്രാഞ്ചൈസി എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് പുള്ളി സംസാരിക്കാൻ പോണത്. അപ്പോൾ ആ ഫ്രാഞ്ചൈസിയുടെ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ തിരിക്കാം. ഓക്കെ, ഫ്രഷ്കോ ഗോളി സോഡ എന്നുള്ളൊരു ബ്രാൻഡാണിത്. അപ്പോൾ ഇത് നമ്മളെ കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ജില്ലയിലും മിനിമം ഒരു ഫാക്ടറി എന്നൊരു കൺസെപ്റ്റാണ്. അതായത് ഈ പ്രൊഡക്റ്റ് ഞങ്ങളെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്യുന്നതല്ല. ഈ പ്രൊഡക്റ്റ് ഏത് ജില്ലയിൽ ആർക്കാണോ തുടങ്ങാൻ താല്പര്യമുള്ള അവിടെ ഞങ്ങൾ ഫാക്ടറി സെറ്റപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ വെറും 15.5 ലക്ഷം രൂപയ്ക്കാണ് മൊത്തം ഫാക്ടറി സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. ഈ 15.5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഫാക്ടറി സെറ്റപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ 30% ഗവൺമെൻറ് സബ്സിഡിയും കൂടി വരുന്നുണ്ട്. പിന്നെ 3 പ്രൊഡക്റ്റാണ് ഇതിലുള്ളത്. ഇതിൽ ഈ ഗോളി സോഡയുടെ ഗ്ലാസ് ബോട്ടിലും അതേപോലെ പ്ലാസ്റ്റിക് ബോട്ടിലും ഉണ്ട്. അതേപോലെ തന്നെ ഐസ് പോപ്പിൻ്റെ ഒരു പുതിയൊരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഇത് നോർമലി എല്ലായിടത്തും എങ്ങനെ ഐസ് പോപ്പ് ഉണ്ടാവുമെന്ന് വെച്ചാൽ ഫ്രീസ് ചെയ്തിട്ട് തന്നെയാണ് കസ്റ്റമർ വാങ്ങുക കടയിൽ നിന്ന്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ബോക്സിൽ പിന്നെ 6 ഫ്ലേവർ 12 പീസ് ഉണ്ടാവും. ഇതിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ ഐസ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ മാർജിനാണ്. കാരണം ഇതിപ്പോൾ 20 രൂപീസിന് സെല് ചെയ്യുന്ന ഈ സംഭവം 3 രൂപയാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽ. 85% മാർജിനാണ്. ഇന്നിപ്പോൾ ബിസിനസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ കാരണം മാർജിൻ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളെ ഇതിൽ 20 രൂപീസ് സെല് ചെയ്യുന്ന സാധനത്തിന് 3 രൂപയാണ് റോ മെറ്റീരിയൽ കോസ്റ്റ്. 85% മാർജിൻ വരും. അതുകൊണ്ട് തന്നെ പിന്നെ കോമ്പറ്റീഷൻ ആയാലും ഈ മെഷീൻ ഞങ്ങൾ ഇതിൽ യൂസ് ചെയ്യുന്നത് പിന്നെ പ്ലാസ്റ്റിക്കും ഗ്ലാസ് ബോട്ടിലൊക്കെ ഒരേ മെഷീനിൽ തന്നെ പിന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ മെഷീനാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങും അതേപോലെ സ്റ്റാഫും കാര്യങ്ങളും സപ്പോർട്ടും മാർക്കറ്റിങ്ങും ആദ്യത്തെ 1 മാസത്തെ മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ സപ്പോർട്ട് ഒക്കെ ഞങ്ങൾ ചെയ്തുതരും. വളരെ നല്ല കൺസെപ്റ്റാണ്. അതേപോലെ 33 ഫ്ലേവേഴ്സ് ഉണ്ട് ഇതിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പിന്നെ 33 നാച്ചുറൽ ടേസ്റ്റുള്ള ഫ്ലേവേഴ്സാണ്. പിന്നെ എല്ലാ ബിസിനസ്സിലും പിന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഇല്ല എന്നുള്ളത്. ഞങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ 15.5 ലാക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിപ്പോൾ സബ്സിഡിയും കൂടി കഴിച്ചാൽ ഏകദേശം ഒരു 12 ലക്ഷം രൂപയെ ഇൻവെസ്റ്റ്മെൻറ്റ് ആവുന്നുള്ളൂ. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്തിട്ട് വെറും 60 ട്രേ ഗ്ലാസ് ബോട്ടിൽ മാത്രം ചെയ്താൽ, ഇത് ഐസ് പോപ്പിൻ്റെ കാൽക്കുലേഷനോ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ കാൽക്കുലേഷനോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. വെറും 60 ട്രേ ഒരു ദിവസം ഗ്ലാസ് ബോട്ടിൽ മാത്രം ചെയ്താൽ മന്ത്ലി പ്രോഫിറ്റ് 3 ലാക്ക് റുപ്പീസാണ്. അതായത് 5 മാസത്തിനുള്ളിൽ തന്നെ മുടക്കിയ മുതൽ 100% റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കൺസെപ്റ്റാണ്. അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. അപ്പോൾ എല്ലാ ജില്ലയിലും ഒരു ഫാക്ടറി എന്ന കൺസെപ്റ്റാണ്. ആർക്കെങ്കിലും തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്രഷ്കോയുമായി ബന്ധപ്പെടുക. താങ്ക് യു ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്താണ് ഫ്രഷ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഗോലി സോഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ഫ്രാഞ്ചൈസിയാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളതും അതുപോലെ മിഡിൽ ഏജിൽ ആയിട്ടുള്ളതുമായ ഒരുപാട് ആൾക്കാർ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഈ ഗോലി സോഡ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഭയങ്കര ചൂടുള്ള സമയമാണ്. ഈ ചൂടുള്ള സമയത്ത് നമ്മൾ വെള്ളം അധികമായിട്ട് കുടിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പ്രൈറ്റ്, സ്പ്രിൻറ്റ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 35 രൂപയൊക്കെയാണ് വലിയ ബോട്ടിലിനൊക്കെ വരുന്നത്. അതായത് ഒരു ഇടത്തരം ബോട്ടിലാണെങ്കിൽ 35 രൂപയൊക്കെയാണ് ബോട്ടിൽ വരുന്നത്. പക്ഷേ ഇതെന്ന് വെച്ചാൽ 20 രൂപയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവേഴ്സ്, ഈ പറഞ്ഞ പോലെ ലിംക, അതുപോലെ തന്നെ മിറിൻഡ, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവേഴ്സൊക്കെ നമുക്ക് കിട്ടും. പെപ്സിയുടെ വരെ ഫ്ലേവേഴ്സ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നല്ല രുചിയോടുകൂടി കഴിക്കാൻ പറ്റും. അപ്പോൾ 20 രൂപയ്ക്ക് വളരെ കോളേജ് സ്റ്റുഡൻസ്, യങ്സ്റ്റേഴ്സൊക്കെ വളരെയധികം ആഗ്രഹത്തോടുകൂടി മേടിച്ച് കഴിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി മീറ്റ് ചെയ്യുക. താഴെ ഞാൻ നമ്പർ കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിക്കാം. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്തിട്ട് അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അതുപോലെ തന്നെ എല്ലാ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. നാളെ വീണ്ടും ഞാനൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരെ ഗുഡ് ബൈ.